നാരായണ നാരായണ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ് നാരായണീയം 33-ാമത്തെ ദശകം 6-ാമത്തെ ശ്ലോകം. അംബരീഷന്റെ കഥ പറയണു. ഓം കൃത്യാം ച താം അസിധരാം ഭുവനം ദഹന്തീം അഗ്രേ അഭിവീക്ഷ്യ നൃപതിർന്ന പദാച്ച കമ്പേ ത്വൽഭക്തബാധമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശരഭയൻ മുനിമന്വധാവീത്. നൃപതി അസിധാരം, ഈ രാജാവ് വാൾ ധരിക്കുന്ന ഭുവനം ദഹന്തി, ഭുവനത്തെ മുഴുവൻ, ഈ ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കുന്ന രൂപത്തിൽ താം കൃത്യാം, കണ്ടതായിട്ടുള്ള ആ കൃത്യ പിശാചരൂപിണിയെ, ദുർവാസാവ് ഉണ്ടാക്കിയിട്ടുള്ള പിശാച്, ആ കൃത്യയെ അഗ്രേ അഭിവീക്ഷ്യ, നേരിട്ട് മുന്നിൽ കണ്ടു. അംബരീഷനെ കൊല്ലാൻ വേണ്ടി വരികയാണ് വാളൊക്കെ ധരിച്ചിട്ട്. ആ കൃത്യ അത് ബ്രഹ്മഹത്യാ പാപാണെന്നൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്തായാലും ഇവിടെ കൃത്യ അങ്ങനെ ഒരു രൂപിണി, പിശാചരൂപിണി എന്ന് കൂട്ടിയാൽ മതി. പദാത് എന്നുവച്ച കമ്പേ, അതാണ് ആ അംബരീഷൻ നിന്ന സ്ഥാനത്ത് നിന്ന് ഒരു അനക്കവും കൂടാതെ കണ്ട്, ഒരു പദം, ഒരു കാലം അങ്ങോട്ടും കൂടെ വെച്ചില്ല. തേ സുദർശനം, ഭഗവാന്റെ സുദർശന ചക്രം, ത്വൽ ഭക്തബാധം, ഈ അംബരീഷൻ ഭഗവാന്റെ ഭക്തനാണ്. ആ ഭഗവാന്റെ ഭക്തനെ ബാധിച്ചതായിട്ടുള്ള ഈ ഉപദ്രവം അഭിവീക്ഷ കണ്ടു കഴിഞ്ഞപ്പോൾ കൃത്യാനലം, ആ പിശാചിയെ ആദ്യം അങ്ങോട്ട് ദഹിപ്പിച്ചു. ശലഭയത്, അങ്ങനെ ഈയാമ്പറ്റ എങ്ങനെയാണോ തീയിൽ വന്നാൽ ദഹിപ്പിക്കുന്നത്, അതേപോലെ ദഹിപ്പിച്ചു. മുനിം അന്വധാവിയത്, പിന്നീട് മുനിയെ പിന്തുടർന്നു. നൃപതി അസിധരാം ഭുവനം ദഹന്തീം താം കൃത്യാം അഗ്രേ അഭിവീക്ഷ്യ പദാത് ന ച കമ്പേ തേ സുദർശനം ത്വൽ ഭക്തബാധം അഭിവീക്ഷ്യ കൃത്യാനലം ശലഭയത് മുനിം അന്വധാവീത്. അന്വയം. കൃത്യാം ച താം അസിധരാം ഭുവനം ദഹന്തീം അഗ്രേ അഭിവീക്ഷ്യ നൃപതി ന പദാത് ച കമ്പേ ത്വത് ഭക്തബാധം അഭിവീക്ഷ്യ സുദർശനം തേ കൃത്യ അനലം ശലഭയൻ മുനിം അന്വധാവീത്. പദച്ഛേദം. രാജാവ് ഈ വാളൊക്കെ ധരിച്ചിട്ട് അംബരീഷനെ അങ്ങോട്ട് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന, അവിടെ വാള് എന്നുള്ളത് തീ ഗോളം തന്നെ ആവാം, എന്നാലും വിരോധമൊന്നുമില്ല, ഒരു പിശാചരൂപിണി. ആ പിശാചരൂപിണി അംബരീഷനെ വധിക്കാൻ വേണ്ടി വന്നത് കണ്ടപ്പോൾ അംബരീഷന് ലെവലേശം പേടിയുണ്ടായില്ല. ഒരു പദം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുണ്ടായില്ല, നിന്ന സ്ഥാനത്ത് നിന്ന് അനങ്ങിയില്ല. പക്ഷേ സുദർശനചക്രം ഇത് കണ്ടപ്പോൾ ഭഗവാന്റെ ഭക്തനെ ഇങ്ങനെ ദ്രോഹിക്കുന്നുവല്ലോ എന്ന് മനസ്സിലാക്കി ആ കൃത്യയെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. ഈയാമ്പാറ്റ എങ്ങനെയാ തീയിൽ വന്ന് പെട്ടാൽ നശിക്കുക, അതേപോലെ സുദർശനചക്രമാകുന്ന ഈ തീഗോളം ആ പിശാചരൂപിണിയായിട്ടുള്ള ഈ കൃത്യയെ നശിപ്പിച്ചു. എന്നിട്ട് ഈ തീഗോളം ദുർവാസാവ് മഹർഷിയെ പേടിപ്പിച്ചുകൊണ്ട് പിന്നാലെ ചെന്നു എന്ന് സാരം. കൃത്യാം ച താം അസിധരാം ഭുവനം ദഹന്തീം അഗ്രേഭിവീക്ഷ്യ നൃപതിർന്ന പദാച്ച കമ്പേ ത്വൽഭക്തബാധമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിമന്വധാവീത്. ധാവന്നശേഷഭുവനേഷു ഭിയാസ പശ്യൻ വിശ്വത്ര ചക്രമഭി തേ ഗതവാൻ വിരിഞ്ചം കാലചക്രമതിലംഘയതീത്യപാസ്തേ. കാലചക്രമതിലംഘയതീത്യപാസ്തർവം യയൗ സ ച ഭവന്തമവന്തദൈവാം. സഹ ഭിയ, ആ ദുർവാസാവ് മഹർഷി പേടിച്ചുകൊണ്ട് അശേഷഭുവനേഷു, ഈ എല്ലാ ലോകത്തിലും 14 ലോകത്തിലും ധാവൻ ഓടി. വിശ്വത്ര, വിശ്വം മുഴുവൻ, തേ ചക്രമഭി, അപ്പോൾ പിന്നാലെ ഈ സുദർശന ചക്രം ഉണ്ടായിരുന്നു. പശ്യൻ, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ മുനി വിരിഞ്ചം, ബ്രഹ്മാവിനെ ഗതവാൻ പ്രാപിച്ചു, ശരണം പ്രാപിച്ചു. ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു, അച്ഛനെ ചെന്ന് കണ്ടു എന്നർത്ഥം. കഹ, ആരാണ്? കാലചക്രം ചോദിച്ചു, ബ്രഹ്മാവ് ചോദിച്ചു, കാലചക്രത്തെ അതിലംഘിക്കുന്നത് ഇതി എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും സാധിക്കുമോ? ബ്രഹ്മാവ് ചോദിക്കുകയാണ് ദുർവാസാവ് മഹർഷിയോട്, ഈ കാലചക്രത്തെ, സുദർശന ചക്രത്തെ ആർക്കെങ്കിലും അതിലംഘിക്കാൻ സാധിക്കുമോ?
അപാസ്തഹ അതുകൊണ്ട് ബ്രഹ്മാവ് ഉപേക്ഷിച്ചു. അപ്പോൾ ശർവം യയൗ മഹാദേവന്റെ അംശമാണ് ദുർവാസാവ്. അപ്പോൾ അവിടെ ചെന്നു. മഹാദേവന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ മഹാദേവനും സഹ ച ഭവന്തം അവന്തത ഏവ ആ മഹാദേവനും അങ്ങയെ വന്ദിക്കുകയാണ് ഉണ്ടായത്, ദുർവാസാവിനെ സ്വീകരിക്കുകയല്ല ഉണ്ടായത്. സഹാഭിയ അശേഷഭുവനേഷു ധാവൻ വിശ്വത്ര തേ ചക്രം അപി പശ്യൻ വിരിഞ്ചം ഗതവാൻ കഹ കാലചക്രം അതിലംഘയതി ഇതി അപാസ്തഹ ശർവം യയൗ സഹ ച ഭവന്തം അവന്തത ഏവ ധാവൻ അശേഷ ഭുവനേഷു ഭിയാ സ പശ്യൻ ധാവൻ അശേഷ ഭുവനേഷു ഭിയാ സ പശ്യൻ വിശ്വത്ര ചക്രം അപി തേ ഗതവാൻ വിരിഞ്ചം കഹ കാലചക്രം അതിലംഘയതി ഇതി അപാസ്തഹ ശർവം യയൗ സഹ ച ഭവന്തം അവന്തത ഏവ. പദച്ഛേദം. ധാവന്നശേഷഭുവനേഷു ഭിയാ സ പശ്യൻ വിശ്വത്ര ചക്രമപി തേ ഗതവാൻ വിരിഞ്ചം കഃ കാലചക്രമതിലംഘയതീത്യപാസ്ത ശർവം യയൗ സ ച ഭവന്തം അവന്തതൈവ. ഹൈ കൃഷ്ണ ഗുരപ്പ. ഇപ്പോൾ ആ ബ്രഹ്മാവും അതേപോലെ ശിവനും ഈ സുദർശന ചക്രത്തിൻ്റെ ഭയത്തിൽ നിന്ന് ദുർവാസാവിനെ രക്ഷിച്ചില്ല. അഷ്ടദിക്പാലകന്മാർ അവിടേക്കൊക്കെ പോയി ഒന്നും തരായില്ല, രക്ഷ കിട്ടിയില്ല. ഭൂയോ ഭവൻ നിലയമേത്യ മുനിം നമന്തം പ്രോചേ ഭവാൻ അഹമൃഷേ നനു ഭക്തദാസ ജ്ഞാനം തപശ്ച വിനയാന്യുതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ. ഹേ ഭൂമൻ ഭൂയഃ ഭവൻ നിലയമേത്യ നമന്തം മുനിം ഭവാൻ ഹേ ഋഷേ അഹം ഭക്തദാസഃ നനു ജ്ഞാനം തപഃ ച വിനയാന്വിതം ഏവ മാന്യം യാഹി അംബരീഷപദമേവ ഭജ ഇതി പ്രോജേ. ഇങ്ങനെ അന്വയം. ഹേ ഭൂമൻ, ഈ സർവവ്യാപിയായിട്ടുള്ള ദേവ ഭഗവാനെ മേൽപ്പത്തൂർ പറയാണ് ഭഗവാനോട്. ഭൂയഃ വീണ്ടും ഭവൻ നിലയമേത്യ ഈ മുനി അങ്ങയുടെ ദുർവാസാവ് മഹർഷി അങ്ങയുടെ വാസസ്ഥലത്ത് വന്നിട്ട് നമന്തം അങ്ങയെ നമസ്കരിച്ചു. മുനിം ഭവാൻ മുനി ഈ അംബരീഷനോട് പറഞ്ഞു, മുനി ഈ ദുർവാസാവിനോട് പറഞ്ഞു, ഹേ ഋഷേ അല്ലയോ ദുർവാസാവേ അഹം ഭക്തദാസഃ നനു ഞാൻ ഭക്തദാസനല്ലേ, അതറിയില്ലേ അങ്ങേക്ക്. ജ്ഞാനം തപഃ ച ഈ അറിവും തപസ്സും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാ? വിനയാന്വിതമേവ അത് വിനയം കലർന്നാൽ മാത്രമല്ലേ ശോഭിക്കുള്ളൂ, മാന്യം എല്ലാവരും മാനിക്കുള്ളൂ. യാഹി അങ്ങ് പോയിക്കോളൂ. അംബരീഷപദം ഏവ ഭജ അംബരീഷന്റെ കാലുകളെ തന്നെ ആശ്രയിക്കൂ. ഇതി പ്രോജേ ഇങ്ങനെ ഭഗവാൻ ആ മുനിയോട് പറഞ്ഞു, ദുർവാസാവിനോട് പറഞ്ഞു. ഭൂയോ ഭവൻ നിലയമേത്യ മുനിം നമന്തം പ്രോചേ ഭവാൻ അഹമൃഷേ നനു ഭക്തദാസ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേ അംബരീഷപദമേവ ഭജേതി ഭൂമൻ. ഹേ ഭൂമൻ ഭൂയഃ ഭവത് നിലയം ഏത്യ നമന്തം മുനിം ഭവാൻ ഹേ ഋഷേ അഹം ഭക്തദാസഃ നനു ജ്ഞാനം തപഃ ച വിനയാന്വിതം ഏവ മാന്യം യാഹി അംബരീഷപദമേവ ഭജ ഇതി പ്രോവചേ എന്ന് അന്വയം. ഭൂയഃ ഭവത് നിലയം ഏത്യ മുനിം നമന്തം പ്രോചേ ഭവാൻ അഹം ഋഷേ നനു ഭക്തദാസഃ ജ്ഞാനം തപഃ ച വിനയ അന്വിതമേവ മാന്യം യാഹി അംബരീഷപദം ഏവ ഭജേ ഇതി ഭൂമൻ. ഭൂയോ ഭവൻ നിലയമേത്യ മുനിം നമന്തം പ്രോചേ ഭവാൻ അഹമൃഷേ നനു ഭക്തദാസ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യ അംബരീഷപദമേവ ഭജേതി ഭൂമൻ. ഈ 9ാമത്തെ ശ്ലോകം. താവൽ സമേത്യ മുനിനാ സഗൃഹീതപാദോ രാജ അപസൃത്യ ഭവദസ്ത്രമസാവനൗഷീത് ചക്രേ ഗതേ മുനിരദാദഖിലാശിഷോസ്മൈ ത്വൽഭക്തിമാഗസി കൃതേപി കൃപാം ച ശംസൻ. താവത് മുനിന അതുവരെ ആ മുനിയാൽ സമേത്യ അടുത്തെത്തി ഗൃഹീതപാദ പാദത്തിൽ പിടിക്കപ്പെട്ടു. ഹായ് കൃഷ്ണ ഗുരുപ്പ. ആ സമയത്ത് ഈ മഹർഷി ഭഗവാൻ പറഞ്ഞത് കേട്ട് നേരിട്ട് അംബരീഷൻ്റെ അടുത്തെത്തി അംബരീഷൻ്റെ കാൽക്കൽ അങ്ങോട്ട് വീണു. എന്നിട്ട് അംബരീഷൻ്റെ കാല് പിടിച്ചു.
സഹ അസൗ രാജ. ആ സമയത്ത് ഈ അംബരീഷ മഹാരാജാവ് അപസൃത്യ വേഗം മാറി നിന്നു. മഹർഷിയുടെ കയ്യുകള് ഈ അംബരീഷന്റെ കാലിൽ സ്പർശിച്ചപ്പോഴേ ചുട്ടു. അങ്ങനെ പാടില്ലല്ലോ. അംബരീഷൻ അങ്ങടാണ് നമസ്കരിക്കേണ്ടത്. അംബരീഷനെ ഇങ്ങോട്ട് ദുർവാസാവ് മഹർഷി നമസ്കരിച്ചപ്പോഴോ എന്നാണ് രാജാവിന് തോന്നിയത്. ഭവദസ്ത്രം, അങ്ങയുടെ ആയുധമായുള്ള സുദർശന ചക്രത്തെ അനൗഷീത്. എന്നിട്ട് അംബരീഷൻ ലേശം മാറി നിന്നു. എന്നിട്ട് സുദർശന ചക്രത്തെ നന്നായിട്ട് സ്തുതിച്ചു. ബ്രഹ്മം എന്ന നിലയ്ക്ക്, അതേപോലെ നാരായണൻ എന്ന നിലയ്ക്ക്, വിഷ്ണു എന്ന നിലയ്ക്ക് സ്തുതിച്ചു. ചക്രേഗതേ, ആ സമയത്ത് ചക്രം പിൻവാങ്ങിയപ്പോൾ മുനിഹി, ആ ദുർവാസാവ് മഹർഷി, ത്വൽഭക്തിയും, അങ്ങയിലുള്ള ഭക്തിയെയും, ആഗസി, ആ പാപം മുഴുവൻ, കൃതേ അഭി, ചെയ്തിട്ടും, കൃപാം ച, തന്നോടുള്ള കൃപയെയും, ശംസൻ, സ്തുതിക്കുന്ന പ്രശംസിക്കുന്നതായിട്ടുള്ള രീതിയിൽ, അസ്മൈ, ആ രാജാവിനായിക്കൊണ്ട്, അഖിലാശിഷ, എല്ലാ ആശിസ്സുകളും അതാത് കൊടുത്തു. അപ്പം ഇവിടെ കുറച്ച് വിശദീകരിച്ച് പറഞ്ഞാലേ അത് നേരെയുള്ളൂ. ആ സമയത്ത് ഈ ദുർവാസാവ് മഹർഷി അംബരീഷൻ്റെ അടുക്കലെത്തി ഭഗവാൻ പറഞ്ഞിട്ട്, എൻ്റെ പാദം പിടിച്ചിട്ട് കാര്യമില്ല, അംബരീഷൻ്റെ പാദം പിടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അംബരീഷൻ്റെ പാദം പിടിച്ചു. പക്ഷെ അംബരീഷ രാജാവിന് അത് സമ്മതമായില്ല. അദ്ദേഹം മാറി നിന്നു. എന്നിട്ട് സുദർശന ചക്രത്തെ നല്ലോണം സ്തുതിച്ചു. നല്ലോണം സ്തുതിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു, പലതും പറഞ്ഞിട്ടും സ്തുതിച്ചിട്ടും ആ ചക്രം പിൻവാങ്ങിയില്ല. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന രാജ്യം, ഭണ്ഡാരം, കാര്യങ്ങളൊക്കെ കൊടുത്തു. അതൊന്നും ആയില്ല. അതിനുശേഷം താൻ ചെയ്തതായിട്ടുള്ള ഈ കർമ്മവും കർമ്മത്തിൻ്റെ ഫലവും ഒക്കെ സമർപ്പിച്ചു. എന്നിട്ടും ആയില്ല. സുദർശനം പിൻവാങ്ങിയില്ല. അപ്പോഴാണ് അംബരീഷൻ നല്ലോണം ചിന്തിച്ചത്, ഈ ദുർവാസാവ് മഹർഷിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ താൻ രാജാവാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? താൻ ഭക്തനാണ് എന്ന് ആരെങ്കിലും ഒരു നല്ല വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഈ ദുർവാസാവിന് താൻ മുഖാന്തരം ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. താൻ ചെയ്ത കർമ്മങ്ങൾ മുഴുവൻ ഭഗവാന് സമർപ്പിച്ചിട്ടും സുദർശനം പിൻവാങ്ങിയില്ല എന്നതിൻ്റെ സാരം, താൻ ചെയ്ത പ്രവൃത്തികളിൽ ഭഗവാൻ സന്തുഷ്ടനായിട്ടില്ല എന്നല്ലേ? അപ്പം അതും കൂടി ഒന്ന് ചോദിക്കാം. ഭഗവാനെ വിളിച്ചു. ഭഗവാനെ, ഞാൻ ഇതുവരെ ചെയ്തതായിട്ടുള്ള മനസ്സുകൊണ്ട് ചിന്തിച്ചത്, വാക്കുകളെ കൊണ്ട് പറഞ്ഞത്, നാമസങ്കീർത്തനാദികൾ, അതേപോലെ തന്നെ ഭഗവാന് വേണ്ടി ചെയ്ത പരിചര്യകൾ, അതിൽ അങ്ങ് സംതൃപ്തനാണ് എങ്കിൽ, അതുകൊണ്ട് ഈ ഞാൻ ചെയ്ത മുഴുവൻ പ്രവൃത്തികളും അങ്ങേക്ക് സമ്മതമായി അങ്ങ് തൃപ്തനാണ് എങ്കിൽ, അത് പണയമായി വെച്ചുകൊണ്ട് ഈ ദുർവാസാവിൻ്റെ താപത്തെ ഇല്ലാണ്ടാക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഇനി ഇതിലും കൂടുതൽ ഒന്നും പറയാനില്ല. മഹാബലി സർവസുദാനം ചെയ്തതിനേക്കാൾ കൂടുതലായി പോയി ഈ അംബരീഷൻ്റെ ഈ പ്രാർത്ഥന. അതോടുകൂടിയിട്ട് ചക്രം പിൻവാങ്ങി. ചക്രം പിൻവാങ്ങി കഴിഞ്ഞപ്പോൾ ഈ ദുർവാസാവ് മഹർഷി അംബരീഷൻ്റെ ഭക്തിയുടെ മഹിമയെ നല്ലോണം മനസ്സിലാക്കി. ഭഗവാൻ നേരത്തെ പറഞ്ഞത്, ജ്ഞാനം എന്നുള്ളത് വിനയവും, അതേപോലെ ഭക്തിഭാവം എന്നുള്ളത് സ്നേഹ വിനയ ശുശ്രൂഷാഭാവവും ആണ്. ഞാൻ ആ ഭക്തൻ്റെ ദാസനാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ഈ വിനയ ശുശ്രൂഷ സ്നേഹഭാവത്തെ നല്ലോണം കണ്ടു. ദുർവാസാവ് അങ്ങോട്ട് ദ്രോഹിക്കാനാ ചെന്നത്, പക്ഷേ ദുർവാസാവിനെ സ്നേഹിക്കാനാണ് ഉണ്ടായത്. അംബരീഷൻ ഭൂമി മുഴുവൻ ഭരിക്കുന്ന ചക്രവർത്തിയാണ്. പക്ഷേ വിനയം കൊണ്ട് ദുർവാസാവിനെ ഒന്നും അല്ലാണ്ടേക്കി. സ്നേഹമുണ്ടായി, വിനയമുണ്ടായി. മാത്രമല്ല, ഈ ദുർവാസാവിന് ഒരു താപവും വരരുതേ എന്നുള്ള ശുശ്രൂഷാഭാവവും ഉണ്ടായി. 3 ഭാവമാണ്. സ്നേഹ വിനയ ശുശ്രൂഷാഭാവം അത് മുഴുവൻ സമർപ്പിച്ചു അംബരീഷ മഹാരാജാവ് ഈ ദുർവാസാവിന് വേണ്ടിയിട്ട്. അത് ദുർവാസാവ് ചിന്തിച്ചില്ല ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ എത്ര മഹത്ത് ആണ് എന്ന് ഈ ഭക്തിഭാവത്തെ ദുർവാസാവ് കണ്ടറിഞ്ഞു. നമുക്ക് ഇതേ സമയത്ത് മറ്റൊരു രംഗം ഒന്ന് ചിന്തിക്കാം. വിശ്വാമിത്ര മഹർഷി വസിഷ്ഠ മഹർഷിയുടെ അവിടെ വന്ന്, രാജാവായിട്ടാണ് വിശ്വാമിത്ര മഹർഷി വരണത്. അന്ന് മഹർഷിയായിട്ടില്ല. സൈന്യത്തോട് കൂടിയിട്ട് വന്ന് നായാട്ട് കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചപ്പോൾ വസിഷ്ഠ മഹർഷിയുടെ അവിടെ എത്തി ആഹാരം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആഹാരം കൊടുത്തു, ജലം കൊടുത്തു, വിശ്രമിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തു. ഇതൊക്കെ ഇപ്പോൾ ഈ കാട്ടിൽ എവിടുന്ന് ഉണ്ടായി എന്ന് ചോദിച്ചു. അത് കാമധേനു തന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാജകീയ പദവി കൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല അല്ലേ?
അങ്ങ് എനിക്ക് ആ കാമധേനുവിനെ തരൂ, ഞാൻ 1,00,000 പശുക്കളെ അങ്ങേക്ക് പകരം തരാം. അയ്യോ, അത് പറ്റില്ല, അത് ദേവപശുവാണ്, ഇത് തരാൻ പറ്റില്ല. ഇത് യാഗാദി കാര്യങ്ങൾക്കുള്ള ഗോരസം കിട്ടാൻ വേണ്ടിയിട്ട് ദേവന്മാരാൽ തരപ്പെട്ടതാ, അത് തരാൻ പറ്റില്ല. അപ്പം അത് ബ്രാഹ്മണനായതുകൊണ്ടാണ്, എനിക്ക് ബ്രാഹ്മണ്യമില്ല. അതുകൊണ്ട് ഈ ക്ഷാത്രവൃത്തി അത് ശരിയല്ല എന്ന് സ്വയം ചിന്തിച്ചു. തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോൾ കഷ്ടിച്ച് രാജർഷിയായി. അപ്പോൾ രാജർഷിയായപ്പോൾ ചിലതൊക്കെ തന്നെ ചെയ്യാൻ സാധിച്ചു, പോരാ എന്ന് മനസ്സിലായി. പിന്നെ വീണ്ടും തപസ് ചെയ്ത് ബ്രഹ്മർഷി വസിഷ്ഠന് തുല്യത നേടി. വസിഷ്ഠനും വിശ്വാമിത്രനും തുല്യരായി. വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അഗസ്ത്യൻ, ദുർവാസാവ്, നാരദൻ ഇവരൊക്കെ സ്വതേ തുല്യരാ. സ്ഥാനങ്ങൾക്കൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ട്. എന്നാലും അപ്പോൾ വിശ്വാമിത്രൻ ആ തുല്യത കിട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി, യഥാർത്ഥത്തിലുള്ള ഭക്തിഭാവമാണ് ഏറ്റവും ഭഗവത് പ്രീത്യർത്ഥം ചെയ്യേണ്ടത്. ഇത് ദുർവാസാവ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. എങ്ങനെ? തന്നെ ആശ്രയിച്ചവർക്ക് തൻ്റെ പുണ്യം മുഴുവന് ദാനം ചെയ്തുകൊണ്ട്. അതിൽ 2 കാര്യങ്ങൾ നമുക്കിവിടെ സ്മരിക്കാം. ഒന്ന്, ശുനശേപനെ ആ മരണത്തിൽ നിന്ന് രക്ഷിച്ച് തൻ്റെ പുത്രനാക്കിയിട്ട് മാറ്റി. ഭാഗവതത്തിൽ വളരെ വിസ്തരിച്ച്, ദേവി ഭാഗവതത്തിൽ വളരെ വിസ്തരിച്ച് ആ കഥ പറയുന്നുണ്ട്. ഭാഗവതത്തിൽ സൂചനയുണ്ട്. അതേപോലെ തന്നെ ത്രിശങ്കുവിന് കൃത്രിമമായിട്ടൊരു സ്വർഗം നിർമ്മിച്ചു കൊടുത്തു. തൻ്റെ പത്നിയെയും കുട്ടികളെയും ആഹാരം കൊടുത്ത് ഈ ക്ഷാമകാലത്തും കൂടി രക്ഷിച്ചില്ലേ, അതിനുള്ള നന്ദിയായിട്ട്. ആ കൃത്രിമ സ്വർഗം പിന്നീട് ഈ വിശ്വാമിത്രൻ്റെ തന്നെ ഉപദേശപ്രകാരം അമ്മയെ സ്മരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ത്രിശങ്കു എത്തുകയും ചെയ്തു. ഇന്നും ത്രിശങ്കു സ്വർഗമുണ്ട് എന്ന് പറയുന്നു, അത് സാരമില്ല. ത്രിശങ്കു സ്വർഗത്തിലെത്തി. അങ്ങനെ വിശ്വാമിത്രൻ എന്തൊക്കെ ചെയ്തെന്ന് ചോദിച്ചാൽ നിശ്ചയില്ല കേട്ടോ. തൻ്റെ പുണ്യത്തെ മുഴുവൻ ഹരിശ്ചന്ദ്ര മഹാരാജാവിന് സത്യപരീക്ഷയുടെ അവസാനം കൊടുത്തു. ഈ ഹരിശ്ചന്ദ്രനെ എല്ലാ ദിക്കിലും പ്രശംസിച്ചുകൊണ്ട് പാടി പുകഴ്ത്തിക്കൊണ്ട്, യഥാർത്ഥത്തിലുള്ള ഭക്തി ഹരിശ്ചന്ദ്രനെ ഉള്ളൂ കേട്ടോ, സത്യവാദി തന്നെയാണ് ഹരിശ്ചന്ദ്രൻ എന്ന് 14 ലോകത്തും പാടി നടന്നു. അപ്പം അങ്ങനെയുള്ളൊരു ഭാവത്തിലാണ് ഈ ഋഷികളൊക്കെ. അവരുടെ ഭാവം നമ്മൾ അപ്പോൾ കാണുമ്പോൾ ഒരു ലേശം ഇതെന്താ അങ്ങനെ എന്ന് തോന്നും. നാരദനായാലും ശരി, അഗസ്ത്യൻ ഈ ഇന്ദ്രദ്യുമ്നനെ ശപിച്ചപ്പോഴായാലും ശരി, പല കാരണങ്ങളാണ്. ശൃംഗി പരീക്ഷത്തിനെ ശപിച്ചപ്പോൾ 7-ാം ദിവസം തക്ഷകം കടിച്ച് മരിക്കട്ടെ എന്നാണ് ശപിച്ചതേ. അങ്ങനെ ധാരാളം ശാപങ്ങൾ. പക്ഷെ ഇവിടെ ശാപത്തിന് പകരം പ്രവൃത്തിയാണ് ഉണ്ടായത്. അപ്പം ഇത് ആ മുനിമാരുടേതായിട്ടുള്ള ദോഷമായിട്ട് കാണുന്നത് നാസ്തിക മതമാണ്, പാഖണ്ഡമതാണ്. അത് ചെയ്യാൻ പാടില്ല. നാരദനെ ആയാലും ഈ മഹാഋഷിമാരെ ആയാലും നമ്മൾ എത്രത്തോളം ഭക്തിഭാവത്തോടു കൂടിയിട്ട് അവരെ മാനിക്കണം. അതാണ് സനാതനധർമ്മം. നമ്മളെ പഠിപ്പിക്കാനാണ് അവരെ ഈ രീതിയിൽ ഓരോ പരീക്ഷണങ്ങൾ ശാപമായിട്ടോ എന്തായാലും വേണ്ടില്ല നടത്തുന്നത്. അത് നമുക്ക് പാഠമാണ്. നമ്മൾ അങ്ങനെ ഒരു തെറ്റ് പിന്നെ ചെയ്യില്ല. അപ്പം ഇത് ഒരു മടിയും കൂടാതെ കണ്ട് അംബരീഷ് രാജാവിൻ്റെ കാല് പിടിക്കാനും ഒരു പ്രയാസമില്ല ഈ ദുർവാസാവ് മഹർഷിക്ക്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുവാണ് ദുർവാസാവ് മഹർഷി. ഗോപികമാർക്ക് പോലും അത് ബോധ്യപ്പെട്ടു. ഗർഗഭാഗവതം ആ കഥ വിസ്തരിച്ച് പറയണു. അങ്ങനെ എല്ലാ മഹർഷിമാർക്കും ഇതേപോലെ ഭഗവതാജ്ഞ നിറവേറ്റുക, ലോക സംരക്ഷണാർത്ഥം, ലോകഹിത സംരക്ഷണാർത്ഥം. അതാണ്. അങ്ങനെ ഈ അംബരീഷന് ഇത് സഹിക്കാൻ വയ്യാണ്ടായി. അദ്ദേഹം സുദർശന ചൂടിൽ നിന്ന് ദുർവാസാവിനെ രക്ഷിച്ചു. അപ്പോൾ ഭഗവാനിലുള്ള ഭക്തിഭാവത്തെ നല്ലോണം ദുർവാസാവ് മഹർഷി അറിഞ്ഞു. ആ അംബരീഷിൻ്റെ ഈ പ്രവൃത്തി എല്ലാവർക്കും അറിയാൻ തക്കവണ്ണം, എല്ലാവരോടും പറയാൻ തക്കവണ്ണം വിനയം ഉണ്ടായി. വിദ്യ ഉണ്ടായി, വിനയമുണ്ടായി. അങ്ങനെ രാജാവിനായിട്ട്
താൻ അതുവരെ സംഭരിച്ചു കൂട്ടിയതായിട്ടുള്ള എല്ലാ പുണ്യവും ഈ അംബരീഷ രാജാവിന് സമർപ്പിക്കുകയും ചെയ്തു. ഒന്നും വേണ്ടാത്തതായിട്ടുള്ള അംബരീഷൻ എല്ലാം കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ദുർവാസാവ് മഹർഷി. അതാണ്. അപ്പം അത് ഈ ശ്ലോകത്തിൽ മുഴുവനാണ് കിട്ടില്ല, നമ്മളൊന്ന് വ്യാഖ്യാനിച്ചാലേ അത് കിട്ടുള്ളൂ. താവത് മുനിന സമേത്യ ഗൃഹീതപാദഃ സഹ അസൗ രാജ അപസൃത്യ ഭവദസ്ത്രം അനൗഷീത് ചക്രേ ഗതേ മുനിഃ ത്വൽഭക്തിം ആഗസി കൃതേ അഭി കൃപാം ച ശംസൻ അസ്മൈ അഖിലാശിഷഃ അദാത്. ആ സമയത്ത് മുനിയാൽ, ഈ ദുർവാസാവ് മഹർഷിയാൽ അംബരീഷന്റെ അടുക്കലെത്തിയിട്ട് അംബരീഷന്റെ പാദത്തിൽ പിടിച്ചപ്പോൾ ആ അംബരീഷ മഹാരാജാവ് വേഗം തന്നെ അവിടെ നിന്ന് മാറി. കാരണം തൻ്റെ പാദം പിടിക്കാൻ പാടില്ല. അങ്ങനെ മാറി സുദർശന ചക്രത്തെ സ്തുതിച്ചു. സ്തുതി വേണ്ട രീതിയിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ സുദർശനം പിൻവാങ്ങി. മഹർഷി അംബരീഷന്റെ ഈ ഭക്തിഭാവത്തെ നല്ലോണം മനസ്സിലാക്കി, തന്നോടുള്ള കൃപയെ മനസ്സിലാക്കി. ആ സ്തുതിക്കുന്നതായിട്ട് രാജാവിന് തൻ്റേതായിട്ടുള്ള എല്ലാ സമ്പാദ്യങ്ങളും, പുണ്യമാണ് സമ്പാദ്യം, തപഫലം, അത് മുഴുവൻ പ്രദാനം ചെയ്യുകയും ചെയ്തു. താവത് സമേത്യ മുനിന സ ഗൃഹീതപാദഃ രാജ അപസൃത്യ ഭവത് അസ്ത്രം അസൗ അനൗഷീത് ചക്രേ ഗതേ മുനിഃ അദാത് അഖില ആശിഷഃ അസ്മൈ ത്വത് ഭക്തിം ആഗസി കൃതേ അഭി കൃപാം ച ശംസൻ എന്ന പദച്ഛേദം. താവത്സമേത്യ മുനിനാ സ ഗൃഹീതപാദോ രാജ അപസൃത്യ ഭവദസ്ത്രമസാവനൗഷീത് ചക്രേ ഗതേ മുനിരദാദഖിലാശിഷോസ്മൈ ത്വൽഭക്തിമാഗസി കൃതേപി കൃപാം ച ശംസൻ. ഇനി 10ാമത്തെ ശ്ലോകം. രാജാ പ്രതീക്ഷ്യ മുനിമേകം മുനിം ഏകസമാമനാശ്വാൻ സംഭോജ്യ സാധു തം ഋഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതോപി ദൃഢം രഥോഭൂത് സായുജ്യമാപ ച സമാം പവനേശപായാം. മുനിം പ്രതീക്ഷ്യ ഏകസമാം. ഈ ദുർവാസാവ് മഹർഷിയെ കാത്തു നിന്നിട്ട് 1 വർഷം അനാശ്വാൻ, അശനം ചെയ്യാതെ കണ്ട്, അശനം എന്ന് പറഞ്ഞാൽ ഊണ്, ഒരു ഭക്ഷണവും കഴിക്കാതെ കണ്ട് രാജാവായിട്ടുള്ള അംബരീഷ മഹാരാജാവ് തം ഋഷിം സാധു, ആ മഹർഷിയെ വേണ്ട വിധത്തിൽ, സജ്ജനം എങ്ങനെയാണോ എന്ന രീതിയിൽ സംഭോജ്യ, നന്നായിട്ട് ഊണ് കഴിപ്പിച്ചു. എന്നിട്ടോ സംഭോജ്യ പ്രസന്നനാക്കുകയും ചെയ്തു. വിസൃജൻ, എന്നിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞയച്ചു. അതൊരു 16 ഉപചാര പൂജയ്ക്ക് തുല്യമാണ് എന്ന് സാരം. അതാണ്. സ്വയം ഭുക്ത, പിന്നീട് അംബരീഷനും ആഹാരം കഴിച്ചു. തതഹ അപി, അതിനുശേഷം ദൃഢ, വളരെ ഉറച്ച മനസ്സോട് കൂടിയിട്ട്, രഥ, വിഷ്ണു ഭക്തനായിക്കൊണ്ട്, അല്ലെങ്കിൽ വിഷ്ണു ഭക്തിയിൽ രതി അനുഭവിച്ചുകൊണ്ട്, അഭൂത്, സംഭവിച്ചു. സായുജ്യം ആവ, മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്തു. ഹേ പവനേശ, അല്ലയോ ഗുരുവായൂരപ്പ, സഹത്വം മാം പായ, അങ്ങനെയുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കണം. മേപ്പത്തൂര് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. രാജാ പ്രതീക്ഷ്യ മുനിമേകസമാമനാശ്വാൻ സംഭോജ്യ സാധു തം ഋഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതോ വിദൃഢം രഥോഭൂത് സായുജ്യമാപ ച സമാം പവനേശപായാം. ഇങ്ങനെ 10ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് അംബരീഷ ചരിതം അവിടെ പറഞ്ഞു വയ്ക്കണം. മുനിം പ്രതീക്ഷ്യ ഏകസമാം അനാശ്വാൻ രാജ തം ഋഷിം സാധു സംഭോജ്യ പ്രസന്നം വിസൃജൻ സ്വയം ഭുക്ത്വാ തതഃ അപി ദൃഢം രഥഃ അപൂൽ സായുജ്യം ആപാച ഹേ പവനേശ സഹത്വം മാം പായാഹ. രാജാം പ്രതീക്ഷ്യ മുനിം ഏകസമം അനാശ്വാൻ സംഭോജ്യ സാധു തം ഋഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതഃ അപി ദൃഢം രഥഃ അഭൂത് സായുജ്യം ആപ ച സ മാം പവനേശ പായാഹ. രാജാ പ്രതീക്ഷ്യ മുനിമേകസമാമനാശ്വാൻ സംഭോജ്യ സാധു തം ഋഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതോപി ദൃഢം രഥോഭൂത് സായുജ്യമാപ ച സ മാം പവനേശ പായാ. ഈ ദുർവാസാവ് മഹർഷിയെ കാത്തു നിന്നിട്ട് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചെത്തിയത്.
അതേവരെ ഭക്ഷണം കഴിക്കാതെ കണ്ട് അംബരീഷ മഹാരാജാവ് ആ മഹർഷിയെ തന്നെ കാത്തിരുന്നു. മഹർഷി വന്നു കഴിഞ്ഞപ്പോൾ വേണ്ട വിധം ഭക്ഷണം കഴിപ്പിച്ചു, പ്രസന്നനാക്കി, യാത്രയാക്കുകയും ചെയ്തു. ഉപധാവനം ചെയ്യുക, ഒപ്പം ചെല്ലണം, അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞയച്ചു. അതിനുശേഷം അംബരീഷ മഹാരാജാവ് ഭക്ഷണം കഴിച്ചു. പിന്നീട് കൂടുതൽ വിഷ്ണു ഭക്തനായിക്കൊണ്ട് വിഷ്ണു ഭക്തരതി അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് മുക്തി പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആ ഭക്തനെ അനുഗ്രഹിച്ച ഭഗവാനെ ഗുരുപവന പുരേശ, ഗുരുവായൂരപ്പ, അവിടുന്ന് എന്നെയും രക്ഷിക്കുമാറാകണേ. ഇങ്ങനെ ആ ദശകം അവിടെ സമാപിപ്പിച്ചു. ഇനി ശ്രീരാമ കഥകളാണ് 2 ദശകങ്ങളിലായിട്ട് രാമായണം മുഴുവനെ വിസ്തരിച്ചിരിക്കണം. നമുക്കത് അടുത്തേക്ക് കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ, നാരായണ നാരായണ നാരായണ.